ഹായ് എല്ലാവർക്കും ഡാസ്ലിംഗ് വേൾഡ് ഓഫ് റെസിപ്പീസിലേക്ക് സ്വാഗതം. ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുമെങ്കിൽ താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യണേ. ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ ഒരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പി ആയിട്ടാണ്. റവയും അതേപോലെ തന്നെ കുറച്ച് തേങ്ങ ഉണ്ടെങ്കിൽ നമുക്കിത് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് സമയം കളയാതെ ഇത് എങ്ങനെ ഉണ്ടാക്കണമെന്ന് നോക്കാം. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് നമുക്ക് ആദ്യം തന്നെ വേണ്ടത് റവയാണ്. ഞാനിവിടെ 1 കപ്പോളം റവ എടുത്തിട്ടുണ്ട്. വറുത്ത റവയായാലും വറുക്കാത്ത റവയായാലും കുഴപ്പമൊന്നുമില്ല. ഇനി നമുക്ക് ഒരു മിക്സിയുടെ ജാർ എടുത്തിട്ട് അതിലേക്ക് നമുക്ക് ഈ റവ ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഒരു 1/2 കപ്പോളം ചിരകിയ തേങ്ങ ആവശ്യമുണ്ട്. അപ്പോൾ തേങ്ങയുടെ അളവ് കുറച്ച് കൂടിയോണ്ട് കുഴപ്പമൊന്നുമില്ല. അതും നമുക്ക് ഈ റവയുടെ ഒപ്പം തന്നെ ഒന്ന് ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് ഒരു 3-4 ചെറിയുള്ളി ആവശ്യമുണ്ട്. ചെറിയുള്ളി ഇല്ലെങ്കിൽ മാത്രം സവാള എടുത്താൽ മതി. പക്ഷേ ചെറിയുള്ളിയാണ് കേട്ടോ ഏറ്റവും കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവുക. അതും കൂടെ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് അത്യാവശ്യം വെള്ളമൊന്ന് ഒഴിച്ച് കൊടുക്കുക. ഇത് മുങ്ങി നിൽക്കും വിധം വെള്ളം നമുക്ക് ഒഴിച്ച് കൊടുക്കുക. കൂടുതൽ വെള്ളം ആയി പോകരുത് കേട്ടോ. എന്നിട്ട് നമുക്കിതെല്ലാം കൂടിയിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം. ദോശമാവിൻ്റെ ഒരു പരുവത്തിന് വേണം നമ്മളിത് അരച്ചെടുക്കാനായിട്ട്. ഇനി നമുക്കിതൊരു ബൗളിലേക്ക് മാറ്റാം. ഇതിലേക്ക് നമ്മൾ ഇതുവരെ ഉപ്പൊന്നും ചേർത്തിട്ടില്ല. അപ്പോൾ നമ്മുടെ പാകത്തിനനുസരിച്ച് നമുക്ക് ഉപ്പ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാമെന്നുള്ളത് ജീരകമാണ്. ചെറിയ ജീരകം അല്ലെങ്കിൽ നല്ല ജീരകം എന്നൊക്കെ പറയില്ലേ, അതാണ് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാനുള്ളത്. അതൊരു 1/2 ടീസ്പൂൺ തൊട്ട് 1 ടീസ്പൂൺ വരെ നമ്മുടെ ഇഷ്ടാനുസരണം നമുക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് എല്ലാം കൂടെ നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കാം. ഇപ്പോൾ നമ്മുടെ മാവ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് ഇപ്പം തന്നെ ഒന്ന് ചുട്ടെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു പാൻ വയ്ക്കുക. പാൻ നന്നായിട്ട് ചൂടാകുമ്പോൾ അതിലേക്ക് കുറച്ച് എണ്ണ തൂക്കി കൊടുക്കുക. അധികം എണ്ണയൊന്നും വേണ്ട കേട്ടോ, ഒരു ഇത്തിരി എണ്ണ മാത്രം ഒന്ന് ഒഴിച്ചു കൊടുത്താൽ മതി. എന്നിട്ട് എണ്ണ നന്നായിട്ട് ചൂടായി വരുമ്പോഴത്തേക്കും നമുക്ക് ആ മാവ് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമുക്ക് ഈ പാനിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഒരു തവി മാത്രം ഒഴിച്ചു കൊടുത്താൽ മതി. അതേപോലെ തന്നെ പരത്തേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. ഇനി നമുക്ക് ഇത് മൂടി വെച്ചിട്ട് ഒന്ന് വേവിച്ചെടുക്കാം. അടിഭാഗം നന്നായിട്ടൊന്ന് മൊരിഞ്ഞു വരുമ്പോൾ നമുക്കിതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്ക് ആ സൈഡും കൂടെ നന്നായിട്ടൊന്ന് കുക്കായി കിട്ടാൻ വേണ്ടിയിട്ട് നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. അപ്പോൾ മീഡിയം ഫ്ലെയിമിൽ വേണം നമ്മളിത് ചെയ്തെടുക്കാനായിട്ട്. അങ്ങനെ 2 സൈഡും നന്നായിട്ട് മൊരിഞ്ഞ് നല്ലൊരു ഗോൾഡൻ ബ്രൗൺ കളറായി കിട്ടുമ്പോഴത്തേക്കും നമുക്കിത് പാനിൽ നിന്ന് കോരിയെടുക്കാം. ഇതുപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ള അപ്പങ്ങളും നമുക്ക് ചുട്ടെടുക്കാം. ഇത് നമുക്ക് വേണമെങ്കിൽ എണ്ണയില്ലാതെയും ഇതുപോലെ തന്നെ ചുട്ടെടുക്കാം കേട്ടോ. അത് നമുക്കിപ്പോൾ അത് നമ്മുടെ ഇഷ്ടാനുസരണം ചെയ്ത് കൊടുത്താൽ മതി. വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റിയ ഒരു അപ്പമാണ്. നമ്മളിത് ഫെർമെൻറ്റ് ചെയ്യാനോ അങ്ങനെ ഒന്നും വെക്കുന്നില്ല. നമ്മൾ ജസ്റ്റ് ഒന്ന് മിക്സിയിലിട്ട് അരച്ചെടുത്ത് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ ഒരു അപ്പമാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇത് പുറത്ത് ഒരിത്തിരി മൊരിഞ്ഞിട്ടും ഉള്ളിൽ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു അപ്പമാണ് കേട്ടോ. ഇത് നല്ല ചൂട് കട്ടൻ ചായയുടെ കൂടെ കഴിക്കാനും നല്ല ടേസ്റ്റാണ്. അതേപോലെ തന്നെ നല്ല മസാല കറികളുടെ ഒക്കെ ഒപ്പം കഴിക്കാനും വളരെയധികം നല്ലതാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. താങ്ക്